ഭാരതത്തിൽ എങ്ങനെയും ഏത് രീതിയിലും ഒരു ഭീകരാക്രമണം നടത്താനാണ് പാകിസ്ഥാൻ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇന്ത്യയുടെ രോമത്തിൽ പോലും തൊടാൻ പാകിസ്ഥാനിലെ ഒരു തീവ്രവാദ സംഘടനയ്ക്കും കഴിയില്ല എന്ന് അവർക്ക് നന്നായി അറിയാം. പക്ഷേ ഇന്ത്യയെ ആക്രമിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഓരോ പദ്ധതിയും പാകിസ്ഥാൻ ആസൂത്രണം ചെയ്യുന്നുണ്ടെങ്കിലും അതെല്ലാം ഇന്ത്യയുടെ രഹസ്യാന്വേഷണ വിഭാഗം പൊളിച്ചടുക്കുന്നുണ്ട്. ഇന്ത്യയിൽ വനിതകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടിയാണ് മസൂദ് അസറിന്റെ ജെയ്ഷെ മുഹമ്മദ് വനിതകളെ തീവ്രവാദത്തിലേക്ക് കൊണ്ടുവരാൻ ഒരു പദ്ധതി ഒരുക്കുകയും വനിതാ തീവ്രവാദികളെ നിയോഗിക്കുകയും ചെയ്തത്. എങ്കിലും ആ പദ്ധതിയെല്ലാം പൊളിയുകയായിരുന്നു. നിലവിൽ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ലഷ്കർ-ഇ തൊയ്ബ, ജെയ്ഷെ മുഹമ്മദ് എന്നീ ഭീകര സംഘടനകളുടെ വനിതാ വിഭാഗങ്ങൾ നേരിട്ടുള്ള പോരാട്ടങ്ങളിൽ പരാജയമാണെങ്കിലും പുതിയ ആളുകളെ സംഘടനയിലേക്ക് ആകർഷിക്കുന്നതിൽ വൻതോതിൽ വിജയിക്കുന്നതായി ഇന്ത്യൻ ഇന്റലിജൻസ് ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കാശ്മീരിലെ യുവാക്കളെ ലക്ഷ്യമിട്ട് സോഷ്യൽ മീഡിയയിലൂടെ തീവ്രവാദ ആശയങ്ങൾ പ്രചരിപ്പിക്കാനാണ് ഈ വനിതാ ഗ്രൂപ്പുകൾ ഇപ്പോൾ പ്രധാനമായും ഉപയോഗിക്കപ്പെടുന്നത്. തുടക്കത്തിൽ വനിതകളെ ചാവേർ സ്ക്വാഡുകളാക്കി മാറ്റി ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്താനായിരുന്നു ഹാഫിസ് സെയ്ദും മസൂദ് അസറും ലക്ഷ്യമിട്ടിരുന്നത്. എന്നാൽ ആക്രമണങ്ങളിൽ പങ്കെടുക്കാൻ വനിതകൾ വിമുഖത കാണിച്ചതോടെ ഈ നീക്കം പരാജയപ്പെടുകയായിരുന്നു. കൂടാതെ ഇന്ത്യൻ സേനയുടെ ഓപ്പറേഷൻ സിന്ദൂർ പോലുള്ള നടപടികളിലൂടെ തകർന്നടിഞ്ഞ തങ്ങളുടെ പുരുഷ വിഭാഗങ്ങളെ പുനർജീവിപ്പിക്കുന്നതിനാണ് ഭീകര സംഘടനകൾ ഇപ്പോൾ മുൻഗണന നൽകുന്നത്. എന്നാൽ പോരാട്ടമുഖത്ത് പരാജയപ്പെട്ടെങ്കിലും സോഷ്യൽ മീഡിയ വഴിയുള്ള തീവ്രവാദ പ്രചാരണത്തിലും പുതിയ ഭീകരരെ റിക്രൂട്ട് ചെയ്യുന്നതിലും ഈ വനിതാ വിഭാഗങ്ങൾ വലിയ ഭീഷണിയാണെന്ന് ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. ജമാഅത്ത് ഉൽ അതോടൊപ്പം തന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിഭാഗം പ്രധാനമായും ഓൺലൈൻ ഓഫ്ലൈൻ വഴി ആളുകളെ തീവ്രവാദത്തിലേക്ക് ആകർഷിക്കുന്നതിന് വലിയ രീതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട്. ദുഖ്താരൻ ഇ തൊയ്ബ ലഷ്കർ-ഇ തൊയ്ബയുടെ വനിതാ വിഭാഗമാണ്. വനിതകൾക്ക് ആയുധ പരിശീലനം നൽകാനാണ് രൂപീകരിച്ചതെങ്കിലും നിലവിൽ വലിയ പുരോഗതിയൊന്നും തന്നെയില്ല. ലഷ്കറിന്റെ സാമൂഹ്യ രാഷ്ട്രീയ മുഖമാണ് തൊയ്ബാത്ത് വിഭാഗമാണ് നിലവിൽ ഏറ്റവും സജീവമായി റിക്രൂട്ട്മെന്റ് നടത്തുന്നത്. കാശ്മീരിൽ നിലവിലുള്ള തദ്ദേശീയ ഭീകര ശൃംഖലകളെയും സഹായികളെയും ഇന്ത്യൻ സുരക്ഷാ സേന വൻതോതിൽ അറസ്റ്റ് ചെയ്തതോടെ പാക് ചാരസംഘടനയായ ISIക്ക് പുതിയൊരു ശൃംഖല കെട്ടിപ്പടുക്കേണ്ടത് അനിവാര്യമായി വന്നിരിക്കുകയാണ്. ഇതിനായി വനിതാ ഭീകരർ കാശ്മീരിലെ വ്യാജ അതിക്രമ കഥകൾ കെട്ടിച്ചമച്ചാണ് യുവാക്കളെ സ്വാധീനിക്കുന്നത്. മുമ്പ് കൊല്ലപ്പെട്ട ഹിസ്ബുൾ മുജാഹിദീൻ കമാൻഡർ ബുർഹാൻ ഖാനിയുടെ പേരുപയോഗിച്ച് യുവാക്കളെ വൈകാരികമായി പിന്തുണ നേടിയെടുക്കാനും സ്വന്തം കുടുംബത്തിലെ പുരുഷന്മാരെ ഭീകരവാദത്തിലേക്ക് തള്ളിവിടാനും ഈ വനിതകൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്നാണ് സുരക്ഷാ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഇന്ത്യൻ ഏജൻസികൾ അറിയിക്കുന്നുണ്ട്. കൂടാതെ IB റോയും അടക്കം ജമ്മു കാശ്മീരിലെ ഈ ഫേസ്ബുക്ക് പേജുകൾ, അതായത് അവിടുത്തെ ജനങ്ങൾ ഉപയോഗിക്കുന്ന സമൂഹ മാധ്യമങ്ങളടക്കം കർശനമായി തന്നെ 24 മണിക്കൂറും മോണിറ്ററിംഗ് ചെയ്തുകൊണ്ട് പരിശോധന നടത്തുകയാണ്. കാരണം ഈ വനിതാ ഭാഗങ്ങൾ ഈ ഫേസ്ബുക്കും അതോടൊപ്പം തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെയാണ് യുവാക്കളെ തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു സൂചന പോലും ലഭിച്ചു കഴിഞ്ഞാൽ അതിനെ സ്പോട്ടിൽ തന്നെ അതിനെ പിടികൂടി അതിനെ നശിപ്പിക്കാൻ, വേരോടെ നശിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾ എടുക്കുന്നത്.